വെൽക്കം ടു കോശി തോമസ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇന്നൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനാണ് പഠിക്കുന്നത്. കുറേ നാൾ ജോലി ചെയ്തതിന് ശേഷം തിയറിറ്റിക്കൽ നോളജൊക്കെ മറന്നുപോയവർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അക്രൂവൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്. അക്കൗണ്ടിങ്ങിൽ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്. ക്യാഷ് അക്കൗണ്ടിങ്ങും ഉണ്ട്, അക്രൂവൽ അക്കൗണ്ടിങ് ഉണ്ട്. അല്ല, ബേസിസ് ഓൺ അക്രൂവൽ ബേസിസ് എന്ന് പറയും. അല്ലെ, അക്രൂവൽ ബേസിസും ക്യാഷ് ബേസിസും എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളോട് ഒരാൾ അക്രൂവൽ ബേസിസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? അതായത് നമ്മുടെ ഇൻകവും നമ്മുടെ എക്സ്പെൻസും ക്യാഷ് പേ ചെയ്യുന്ന അനുസരിച്ചല്ല, അത് റിക്വയർഡ് ആവുന്ന അനുസരിച്ചാണ്. അല്ലെങ്കിൽ അത് സംഭവിക്കുമ്പോൾ തന്നെ, ഒരു എക്സ്പെൻസ് സംഭവിക്കുമ്പോൾ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻകം കിട്ടുകയാണ്, ആ ഇൻകം നിങ്ങൾക്ക് ക്യാഷായിട്ട് കിട്ടുകയോ ഇല്ലയോ എന്നുള്ളത് നിർബന്ധമല്ല. സോ അങ്ങനെ നമ്മുടെ എക്സ്പെൻസിനെയും ഇൻകത്തിനെയും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ജനുവരിയിലെ കറണ്ട് ചാർജ്, കമ്പനിയുടെ കറണ്ട് ചാർജ് അല്ലെങ്കിൽ ഓഫീസിൻ്റെ കറണ്ട് ചാർജ് നിങ്ങൾ പേ ചെയ്താലും ഇല്ലെങ്കിലും അത് ജനുവരിയിൽ ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതുപോലെ നിങ്ങൾ ഒരു സാധനം ജനുവരി വിറ്റു, അതിൻ്റെ പൈസ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ പൈസ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മളത് ആ മാസത്തെ സെയിൽസ് ആയിട്ട് കണക്കാക്കുന്നു. സോ ഇതാണ് അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് പ്രയോജനമാകും എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിലും ഇത് പ്രയോജനമാവട്ടെ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.